ഹായ്, കുട്ടികൾക്ക് ഗെയിംസും ലോജിക്കും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റും അതുപോലെ തന്നെ ഫ്രീയുമായ ഒരു കോഡിംഗ് കമ്മ്യൂണിറ്റിയായ സ്ക്രാച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സ്ക്രാച്ച് ഉപയോഗിച്ച് നമുക്ക് ഗെയിമുകളും ഡിജിറ്റൽ സ്റ്റോറീസും ഓട്ടോമേഷനും ഇങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. 92 മില്യണിലധികം രജിസ്റ്റേർഡ് യൂസേഴ്സ് സ്ക്രാച്ചിലുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ക്രോം ആണ് ഉപയോഗിക്കുന്നത്. ദെൻ സ്ക്രാച്ച് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ആദ്യം വരുന്ന റിസൾട്ട് scratch.mit.edu എന്നതാണ്. ഈ ലിങ്ക് ഓപ്പൺ ചെയ്യാം. ഇത് സ്ക്രാച്ചിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ പേജിൽ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ആദ്യം സ്ക്രാച്ചിലൊന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്ക്രാച്ചിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്രീ ആണ്. നമുക്ക് സ്ക്രാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ജോയിൻ സ്ക്രാച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സ്ക്രാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാം. ഡോണ്ട് യൂസ് യുവർ റിയൽ നെയിം, അതായത് ഒറിജിനൽ നെയിം ഉപയോഗിക്കരുത് എന്ന മെസ്സേജ് തന്നിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ പെറ്റിൻ്റെ പേരായ ജിഞ്ചർ എന്ന് കൊടുക്കുന്നു. ഓൾറെഡി ആ യൂസർ നെയിം വേറെ ആരോ ഉപയോഗിക്കുന്നുണ്ട്. സോ ഞാൻ ടെക് ജിഞ്ചർ എന്ന് കൊടുക്കുന്നു, വിച്ച് ഇസ് ഓക്കെ. സോ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നു. ഇഷ്ടമുള്ളൊരു പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബട്ടൺ. ഏത് കൺട്രിയിലാണ് നമ്മൾ താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. കൺട്രിയുടെ പേര് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ബട്ടൺ. വെൻ വേർ യു ബോൺ. സോ ഇയറും മന്തും പറഞ്ഞു കൊടുക്കാം. ദെൻ ജെൻഡർ ചോദിച്ചിട്ടുണ്ട്. സോ ജെൻഡർ പറഞ്ഞു. ഇമെയിൽ അഡ്രസ് വിച്ച് ഇസ് മാൻഡേറ്ററി. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, വെൽക്കം ടു സ്ക്രാച്ച് ടെക് ജിഞ്ചർ. അതായത് സ്ക്രാച്ചിലേക്കുള്ള നമ്മളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇത് സ്ക്രാച്ചിൽ ലോഗിൻ ചെയ്ത് വരുമ്പോൾ വരുന്ന വിൻഡോ ആണ്. ഇനി ഓരോ പ്രാവശ്യവും സ്ക്രാച്ചിൻ്റെ ഈ പേജിൽ വന്നതിന് ശേഷം നമുക്ക് സ്ക്രാച്ചിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. യൂസർ നെയിം പറഞ്ഞു കൊടുക്കാം, പാസ്വേഡ് പറഞ്ഞു കൊടുക്കാം. സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്ക്രാച്ച് അക്കൗണ്ട് ഓപ്പൺ ആയി വന്നു. ഇനി ഇവിടുന്ന് നമുക്ക് ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സൈൻ ഇൻ ചെയ്താണ് സ്ക്രാച്ച് അക്കൗണ്ടിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റുകളെല്ലാം ഓട്ടോമാറ്റിക്കലി സേവ് ആകും. അതുപോലെ തന്നെ പല ഡിവൈസുകളിൽ നിന്നും നമ്മുടെ പ്രൊജക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാം. അതായത് നമ്മൾ സ്കൂളിലിരുന്ന് പകുതി വരെ ഡെവലപ്പ് ചെയ്തൊരു ഗെയിം വീട്ടിൽ വന്നതിന് ശേഷം ഇതുപോലെ സൈൻ ഇൻ ചെയ്ത് ബാക്കി ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രോബ്ലം, നെറ്റിൻ്റെയൊക്കെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റ് കിട്ടാതെ വരും. അപ്പോൾ ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി സ്ക്രാച്ചിന് ഒരു ഓഫ്ലൈൻ എഡിറ്റർ കൂടിയുണ്ട്. ഓഫ്ലൈൻ എഡിറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് നെറ്റ് വേണ്ട. ഇത് സിസ്റ്റത്തിലെ സാധാരണ സോഫ്റ്റ്വെയർസായ വേർഡോ എക്സലോ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓഫ്ലൈൻ എഡിറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വീണ്ടും ഗൂഗിളിലേക്ക് വരാം. ശേഷം സ്ക്രാച്ച് ഡൗൺലോഡ് എൻ്റർ ചെയ്യാം. സ്ക്രാച്ച് ഓഫ്ലൈൻ എഡിറ്റർ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ദ സ്ക്രാച്ച്. നമ്മളുടെ OS ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം, മാക് ആണെങ്കിലും മാക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആയിരിക്കും. ശേഷം ഡയറക്റ്റ് ഡൗൺലോഡ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇതാണ്. ഓപ്പൺ ചെയ്യുന്നു. ആർക്കൊക്കെ ഈ സ്ക്രാച്ചിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എനിവൺ ഹു യൂസസ് ദിസ് കമ്പ്യൂട്ടർ, എല്ലാ യൂസറിനും ഉപയോഗിക്കാം. ദെൻ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. യെസ് അമർത്താം. സോ സ്ക്രാച്ച് ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. പ്ലീസ് വെയിറ്റ് while Scratch 3 is being installed.
സ്ക്രാച്ചിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് സ്ക്രാച്ച് 3. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു, ഫിനിഷ് ചെയ്യുന്നു. സ്ക്രാച്ചിൻ്റെ ഓഫ്ലൈൻ എഡിറ്റർ ഓപ്പൺ ആയി വരുന്ന വിൻഡോയാണിത്. ഓൺലൈൻ എഡിറ്ററും ഓഫ്ലൈൻ എഡിറ്ററും കാണാൻ ഒരേപോലെ തന്നെയാണ് ഇരിക്കുക. ആകെയുള്ളൊരു വ്യത്യാസം, ഓൺലൈൻ എഡിറ്ററിൽ പ്രൊജക്റ്റ് ഓട്ടോമാറ്റിക്കലി സേവ് ആകുമ്പോൾ ഓഫ്ലൈൻ എഡിറ്ററിൽ നമ്മൾ ഫയൽ സേവ് ടു യുവർ കമ്പ്യൂട്ടർ എന്ന് കൊടുക്കണം. ശേഷം പ്രൊജക്റ്റിൻ്റെ പേര് പറഞ്ഞു കൊടുക്കണം. സോ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് ഞാൻ എഴുതുന്നു. ഓക്കെ, ഇനി സ്ക്രാച്ച് പ്രൊജക്റ്റിൻ്റെ പേര് ഇവിടെയാണെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഓൺലൈൻ സ്ക്രാച്ച് എഡിറ്ററിലേക്ക് തിരിച്ചു വരാം. ഈ എഡിറ്ററിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സ് നമുക്ക് കാണാൻ പറ്റും. ഓരോന്നോരോന്നായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സ്പേസ് കണ്ടോ, ഈ ഒരു റെക്റ്റാങ്കിൾ, ഇതാണ് സ്റ്റേജ്. ഇവിടെയാണ് നമ്മളുടെ ഗെയിമിൽ ഓരോ ആക്ടേഴ്സും അല്ലെങ്കിൽ പ്ലെയേഴ്സും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്പേസ് പ്രോഗ്രാമേഴ്സ് ഉപയോഗിക്കുന്ന സ്പേസ് ആണ്. ഇനി ഈ ഫുൾ സ്ക്രീൻ ബട്ടൺ ഞെക്കിയാൽ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് സൈഡ് എല്ലാം ഒഴിവായിക്കൊണ്ട് നമ്മളുടെ സ്റ്റേജ് മാത്രം കാണാൻ പറ്റും. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫുൾ സ്ക്രീൻ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ പഴയ സ്ക്രീൻ ഓപ്പൺ ആയി വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പ്രോഗ്രാമേഴ്സ് ഉപയോഗിക്കുന്ന ഏരിയ ആണ്. ഇത് നമ്മളുടെ കോഡ് ഏരിയയാണ്. ഇതിന് നമ്മൾ സ്ക്രിപ്റ്റ് ഏരിയ എന്നാണ് പറയുക. സ്റ്റേജിലുള്ള ഓരോ ഒബ്ജക്റ്റുകളുടെയും ബിഹേവിയർ നമുക്ക് കോഡ് ഏരിയയിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഏരിയയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കുറച്ച് കോഡ് ബ്ലോക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കോഡ് ബ്ലോക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ഈ കോഡ് ബ്ലോക്സ് ഈ സ്ക്രിപ്റ്റ് ഏരിയയിൽ കൊണ്ടുവന്ന് ഇട്ടാൽ മാത്രമേ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഈ കോഡ് ബ്ലോക്ക് എടുക്കുന്നു. ഈ കോഡ് ബ്ലോക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് നമ്മളുടെ സ്ക്രിപ്റ്റ് ഏരിയയിലേക്ക് കൊണ്ടുവന്നിടുന്നു. ഈ കോഡ് ബ്ലോക്ക് ഒന്ന് വായിച്ചു നോക്കാം. മൂവ് 10 steps. അതായത് ഇവിടെ സെലക്ട് ചെയ്ത ആക്ടർ കാറ്റ് ആണ്. കാറ്റിൻ്റെ കോഡാണ് മൂവ് 10 steps എന്നുള്ളത്. ഈ കാറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്രൈറ്റ് എന്ന്. അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഓരോ ഒബ്ജക്റ്റിനെയും നമുക്ക് സ്പ്രൈറ്റ് എന്ന് വിളിക്കാം. നമുക്ക് ആവശ്യമുള്ള ഓരോ കോഡ് ബ്ലോക്കും നമുക്ക് സ്ക്രിപ്റ്റ് ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഈ കോഡ് ബ്ലോക്കിനെ റൺ ചെയ്യാൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. സോ കാറ്റ് 10 സ്റ്റെപ്പ് മൂവ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള കോഡ് ബ്ലോക്കുകളെല്ലാം ഡ്രാഗ് ചെയ്ത് സ്ക്രിപ്റ്റ് ഏരിയയിൽ കൊണ്ടിടാം. ഇനി ഈ കോഡ് ബ്ലോക്കിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കുക. മുകളിലത്തെ ഭാഗം കുറച്ച് താഴ്ന്നും താഴത്തെ ഭാഗം പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് ഈ കോഡ് ബ്ലോക്കുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോൾ ഒരു ആഷ് കളറിൽ ഹൈലൈറ്റ് വരുന്നതായി കാണാം. ഈ ഹൈലൈറ്റ് വരുമ്പോൾ മൗസ് പോയിന്റർ വിട്ടു കൊടുത്താൽ 2 കോഡ് ബ്ലോക്കും ചേർന്ന് അറ്റാച്ചായി ഒറ്റ ഒരു ബ്ലോക്കായി മാറി. ഇങ്ങനെ ഡിഫറെൻറ്റ് കോഡ് ബ്ലോക്കുകൾ ചേർന്ന് ഒരു സിംഗിൾ ബ്ലോക്ക് ആവുന്നതിന് നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയാം. സോ ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു കോഡ് ബ്ലോക്ക് റൺ ചെയ്യും, ശേഷം രണ്ടാമത്തെ കോഡ് ബ്ലോക്കും റൺ ചെയ്യും. റൺ ചെയ്ത് നോക്കാം. കണ്ടോ, 20 steps ആണ് ഇപ്പോൾ കാറ്റ് മൂവ് ചെയ്യുന്നത്. ആദ്യത്തെ കോഡ് ബ്ലോക്കിൽ 10 സ്റ്റെപ്പ് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 10 സ്റ്റെപ്പ് കൂടെ മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടോട്ടലായിട്ട് 20 സ്റ്റെപ്പ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു 10 സ്റ്റെപ്പും കൂടെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് ഈ ഒരു 10 സ്റ്റെപ്പിൻ്റെ കോഡ് ബ്ലോക്കും കൂടെ ഈ സ്ക്രിപ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. റൺ ചെയ്യാം. സോ ഇപ്പോൾ കാറ്റ് മൂവ് ചെയ്യുന്നത് 30 സ്റ്റെപ്സ് ആണ്. അതെങ്ങനെയാ? ആദ്യത്തെ 10 സ്റ്റെപ്സ് പ്ലസ് രണ്ടാമത്തെ 10 സ്റ്റെപ്സ് പ്ലസ് മൂന്നാമത്തെ 10 സ്റ്റെപ്സ്. സോ ടോട്ടൽ 30 സ്റ്റെപ്സ് ആണ് കാറ്റ് മുന്നിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ലാസ്റ്റ് കോഡ് ബ്ലോക്കിനെ റിമൂവ് ചെയ്യണം. അതിനായിട്ട് ലാസ്റ്റ് ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ബ്ലോക്ക്. നെക്സ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ്. അതിൽ നിന്ന് എനിക്ക് രണ്ടാമത്തെ കോഡ് ബ്ലോക്കാണ് മാറ്റേണ്ടത്. സോ അതെങ്ങനെ ചെയ്യാം? അതിനായിട്ട് നമ്മൾ രണ്ടാമത്തെ കോഡ് ബ്ലോക്കിൽ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തെ കോഡ് ബ്ലോക്കിനെ മാത്രം നമുക്ക് റിമൂവ് ചെയ്ത് അവിടെ വേറൊരു കോഡിനെ
റീപ്ലേസ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് മൂന്നാമത്തെ തൊട്ടുള്ള കോഡ് ബ്ലോക്കിനെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ സെക്കൻഡ് വൺ ഐസൊലേറ്റ് ചെയ്ത് കിട്ടും. ശേഷം ഇതിനെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുകയോ അല്ല എങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്തിട്ടാൽ അത് ഡിലീറ്റ് ആയി പോയിക്കോളും. ശേഷം നമുക്ക് വേറെ ഒരു കോഡ് ബ്ലോക്ക് ഇവിടെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യാം. ദെൻ താഴെയുള്ള ബ്ലോക്കുകൾ ഇവിടെ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഗ്രീൻ ബട്ടൺ കണ്ടില്ലേ? ഈ ഗ്രീൻ ബട്ടൺ മെയിൻലി ഉപയോഗിക്കുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പ്രസന്റേഷൻ മോഡ് അഥവാ ഫുൾ സ്ക്രീൻ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു യൂസറിന് അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ ഒന്നാണ് ഗ്രീനും പിന്നെ ഒന്ന് റെഡും. ഓക്കെ, ഈ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക്. ദെൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെയിം എൻഡ് ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും പഴയ വിൻഡോയിലേക്ക് മടങ്ങി വരാം. ഇതാണ് നമ്മുടെ ബ്ലോക്കുകളുടെ പാലറ്റ്. കണ്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉള്ള ബ്ലോക്കുകളെല്ലാം പല പല കളേഴ്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, മോഷന് ബ്ലൂ കളേഴ്സ്, ദെൻ ലുക്സിന് ഡിഫറെൻറ്റ് കളറ്, സൗണ്ടിന് വേറെ കളറ്, ഇവൻറ്റ്സിന് വേറെ കളറ്, കൺട്രോളിന്, സെൻസിങ്ങിന്, ഓപ്പറേറ്റേഴ്സിന്, വേരിയബിൾസിന്, ദെൻ മൈ ബ്ലോക്സിന്. വീണ്ടും നമുക്ക് ബ്ലോക്സ് ആഡ് ചെയ്യാം. മ്യൂസിക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ആഡ് ചെയ്യാം. കണ്ടോ, അടുത്ത് വന്നിട്ടുണ്ട് ഗ്രീൻ കളറിൽ. സോ ഇങ്ങനെയുള്ള ബ്ലോക്സ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, തിരിച്ചു വരാം. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റിന് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ സേവ് എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സേവ് നൗ കൊടുത്ത് സേവ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ ഈ പ്രൊജക്റ്റ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അക്കൗണ്ടിൽ സേവ് ആയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് സ്ക്രാച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ഈ സ്ക്രാച്ച് ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിമുകളും അനിമേഷനുകളും സ്റ്റോറീസും അങ്ങനെ പലതരം ആപ്ലിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.